അതിർത്തിയിൽ വൻ സംഘർഷം. ഇന്ത്യൻ വ്യോമാതിർത്തി കടന്ന പാക് വിമാനം ഇന്ത്യ വെടിവെച്ചിട്ടു. 3 പാകിസ്ഥാൻ വിമാനങ്ങൾ അതിർത്തി ഭേദിച്ച് ഇന്ത്യൻ മേഖലകളിൽ ബോംബിട്ടെന്ന് പാകിസ്ഥാൻ സൈന്യവും വിദേശകാര്യ വകുപ്പും അവകാശപ്പെട്ടു. 2 ഇന്ത്യൻ വ്യോമസേന വിമാനങ്ങൾ വെടിവെച്ചിട്ടു. ഒരു പൈലറ്റിനെ കസ്റ്റഡിയിലെടുത്തെന്നും പാകിസ്ഥാൻ. എന്നാൽ പാകിസ്ഥാന്റെ എല്ലാ അവകാശവാദങ്ങളും ഇന്ത്യ തള്ളി. പൈലറ്റുമാരെല്ലാവരും സുരക്ഷിതർ. പ്രധാനമന്ത്രി ദില്ലിയിലെ പരിപാടികൾ റദ്ദാക്കി ഓഫീസിൽ മടങ്ങിയെത്തി. ഇപ്പോൾ വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുകയാണ്. സന്തോഷ്, ഈ ഒരു ഘട്ടത്തിൽ അടിയന്തര ഉന്നതതല യോഗം കൂടി വിളിച്ചു ചേർത്തിരിക്കുകയാണ്. യോഗം ആരംഭിച്ചു. അതോടൊപ്പം തന്നെ എന്താണ് ഇപ്പോൾ നിലവിലത്തെ സ്ഥിതി? അതീവ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പാകിസ്ഥാൻ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഇന്ത്യൻ പൈലറ്റുമാരുടേത് എന്ന തരത്തിലുള്ള ചിത്രങ്ങൾ വളരെ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. കാരണം ഇന്ന് രാവിലെ 11 മണിയോടുകൂടി പാകിസ്ഥാന്റെ F-60 വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമ അതിർത്തി കടന്നു. ഇവയെ പിന്നീട് ഇതിൽ ഒരു വിമാനം, 3 വിമാനങ്ങളാണ് എത്തിയത്. ഇതിൽ ഒരു വിമാനത്തെ ഇന്ത്യ വെടിവെച്ചിട്ടു. അത് പാകിസ്ഥാൻ വ്യോമ അതിർത്തിക്കുള്ളിൽ ആണ് വെടിയേറ്റത്. അതേ തുടർന്ന് പാകിസ്ഥാന്റെ ഭാഗത്താണ് അത് വീണത്. ബാക്കി 2 വിമാനങ്ങളെ പിന്തുടരുക ഇന്ത്യ ഓടിച്ചു വിടുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് ഈ വിമാനങ്ങൾ പിന്തുടർന്ന് വന്ന ഇന്ത്യയുടെ MiG-21 ഫൈറ്റർ ജെറ്റുകളെ വെടിവെച്ചിട്ടു എന്നാണ്. പക്ഷെ വെടിവെച്ചിട്ടു എന്ന തരത്തിൽ ഈ പാക് മീഡിയ പ്രചരിപ്പിക്കുന്ന വിമാനത്തിന്റെ ചിത്രം എന്ന് പറയുന്നത് 2016 ഇന്ത്യയിലുണ്ടായ ഒരു അപകടത്തിന്റെ ദൃശ്യമാണ്. അത് അംഗീകരിക്കാൻ. എന്നാൽ മറ്റൊരു ചിത്രം എന്ന് പറയുന്നത് കഴിഞ്ഞ 19-ാം തീയതി ബാംഗ്ലൂരിൽ ഉണ്ടായ അപകടത്തിൽ വീണുപോയ പൈലറ്റുമാരുടെ ദൃശ്യങ്ങളാണ്. അതും എന്ന രീതിയിൽ അത് പാകിസ്ഥാനിലേത് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതും ഇന്ത്യ തള്ളിക്കളയുന്നു. പക്ഷെ മറ്റൊരു ചിത്രം ഇപ്പോൾ പാകിസ്ഥാൻ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് ഒരു ഇന്ത്യൻ പൈലറ്റിനെ പിടികൂടിയിരിക്കുന്നു എന്ന നിലയിൽ കാണിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ കണ്ണ് മൂടി കെട്ടിയ നിലയിൽ ഒരു പൈലറ്റിന്റെ വീഡിയോ ദൃശ്യമാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതിൽ ആ പൈലറ്റ് സ്വന്തം പേര് എന്ന രീതിയിൽ പറയുന്നത് ക്യാപ്റ്റൻ വിംഗ് കമാൻഡർ അഭിനന്ദൻ ഭട്ട് എന്ന സ്വന്തം പേരും പറയുന്നുണ്ട്. ഈ MiG-21 വിമാനത്തിന്റെ ഒരു പൈലറ്റ് ആണ് ഇയാൾ എന്നാണ് ഈ പാക് മീഡിയ ആ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് അവകാശപ്പെടുന്നത്. പക്ഷേ ഇന്ത്യൻ വ്യോമസേന അതെല്ലാം തള്ളിക്കളയുന്നു. ഒരൊറ്റ വിമാനം പോലും പാകിസ്ഥാന് തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാ പൈലറ്റുമാരും സുരക്ഷിതരാണ്. പാകിസ്ഥാൻ വിമാനത്തിന് വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്യുന്നു. രാവിലെയോടുകൂടിയാണ് പാകിസ്ഥാൻ വിമാനം അതിർത്തി കടക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് ഇന്ത്യയുടെ പെട്രോളിംഗ് നടത്തിയിരുന്ന സുഖോയ് 30 വിഭാഗത്തിൽപ്പെട്ട വിമാനങ്ങൾ അവയെ എതിർത്തു. തുടർന്ന് പാകിസ്ഥാൻ വിമാനങ്ങൾ രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് അറിയിക്കുന്നത്. എന്തായാലും ഇപ്പോഴത്തെ കലുഷിതമായ ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ ഉണ്ടായിരുന്ന ഒരു പൊതുപരിപാടി പകുതി വഴിക്ക് റദ്ദാക്കി അദ്ദേഹം ഓഫീസിലെത്തിയപ്പോൾ അടിയന്തര യോഗം ചേരുകയാണ്. ഇപ്പോൾ യോഗത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനെ കൂടാതെ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗും പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമനും 3 സൈനിക പ്രതിനിധികളെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യൻ അതിർത്തി പാകിസ്ഥാൻ വ്യോമസേന ലംഘിച്ചത് ചെറുതായി കാണാൻ എന്തായാലും ഇന്ത്യ ഇപ്പോൾ തയ്യാറല്ല. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം പുലർച്ചെ തീവ്രവാദ കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തത്. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാൻ അങ്ങനെയല്ല. ഇന്ത്യ പ്രകോപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആ നടത്തിയതിനു ശേഷം പാകിസ്ഥാൻ വിമാനങ്ങൾ അതിർത്തി കടന്നത് അബദ്ധത്തിൽ എന്ന് കരുതിയിട്ടായിരിക്കാം പാകിസ്ഥാൻ വിദേശകാര്യ വകുപ്പും സൈന്യവും അതിർത്തി കടന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട്. എന്നാൽ അതൊരു വലിയ രീതിയിലുള്ള ആക്രമണത്തിനല്ല, സ്വന്തം പ്രതിരോധ കഴിവ് തെളിയിക്കാൻ വേണ്ടി അതിർത്തി കടന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ അവർ പറയുന്നത്. പക്ഷെ ഇന്ത്യ ഒരു തുറന്ന യുദ്ധം, പക്ഷെ ഇന്ത്യ അത് അംഗീകരിക്കുന്നില്ല. ഇരു രാജ്യങ്ങൾ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന സൂചന അതിന് ശേഷവും ഉണ്ടായിരിക്കുന്നു. കാരണം പഞ്ചാബ്, ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ് ഈ 3 സംസ്ഥാനങ്ങൾ അതിർത്തി പങ്കിടുന്ന ഈ 3 സംസ്ഥാന വിമാനത്താവളങ്ങളെല്ലാം ഇപ്പോൾ ഇന്ത്യ അടച്ചിട്ടു. ലേ, ശ്രീനഗർ, അമൃതസർ, ജമ്മു, പഠാൻകോട്ട്, ഡെറാഡൂൺ വിമാനത്താവളങ്ങളാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. സർവീസുകളെല്ലാം റദ്ദാക്കി. യാത്രാ വിമാനങ്ങളെല്ലാം ഇവിടെ നിന്ന് പറന്നു പോകാൻ ഉണ്ടായിരുന്ന യാത്രാ വിമാനങ്ങൾ അടക്കം റദ്ദാക്കി. ഇത് വ്യോമസേനയ്ക്ക് കൈമാറി. അതേസമയം പാകിസ്ഥാനും അതിർത്തിയിലെ ലാഹോർ, മുൾട്ടാൻ, ഫൈസലാബാദ്, സിലാക്കോട്ട്, ഇസ്ലാമാബാദ് വിമാനത്താവളങ്ങളും അടച്ചിട്ടിട്ടുണ്ട്. അവിടുത്തെ സർവീസുകൾ റദ്ദാക്കിയിരിക്കുന്നു. ഈ പാകിസ്ഥാന് മുകളിൽ കൂടെ പറക്കുന്ന ഇന്ത്യയുടെ അന്തർദേശീയ യാത്രാ വിമാനങ്ങളുണ്ട്. ഇവയുടെ സർവീസുകളും ഇപ്പോൾ റദ്ദാക്കിയിട്ടുണ്ട്. കാരണം ചിലപ്പോൾ പാകിസ്ഥാൻ അത്തരത്തിൽ ഇന്ത്യൻ യാത്രാ വിമാനങ്ങളെ ലക്ഷ്യമിടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ പാകിസ്ഥാന് മുകളിലുള്ള യാത്രാ വിമാനങ്ങളുടെ പറക്കലുകൾ
യാത്രകളും ഇപ്പോൾ ഇന്ത്യ നിരോധിച്ചിട്ടുണ്ട്. ജമ്മു കാശ്മീർ അതിർത്തി മേഖലകളിൽ 5 കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ജമ്മു കാശ്മീർ സംസ്ഥാന സർക്കാരും അടച്ചിട്ടു. കാരണം പ്രകോപനം ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ്. ഇനി പ്രധാനമന്ത്രിയുടെ ഉന്നതതല യോഗത്തിന് ശേഷം തിരിച്ചടി സംബന്ധിച്ച ഒരു തീരുമാനം ഉണ്ടാകും. സന്തോഷ്, അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഭീകരനായ മൗലാന മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കുവാനുള്ള ഫ്രാൻസിന് പ്രമേയം കൊണ്ടുവരുന്നതായിട്ടൊരു സൂചന കൂടി ലഭ്യമാണ്. ഈ ഒരു ഘട്ടത്തിൽ നമുക്കറിയാം ചൈനയുടെ നിലപാട് എന്ന് പറയുന്നത് വളരെ പ്രസക്തമാണ്. കാരണം പാകിസ്ഥാൻ എപ്പോഴൊക്കെ ഇന്ത്യക്കെതിരെ പ്രകോപനപരമായ നിലപാട് കൈക്കൊണ്ടുവോ അപ്പോഴൊക്കെ ഐക്യരാഷ്ട്ര സഭയിൽ പോലും മറ്റ് രാജ്യങ്ങൾ ഇന്ത്യക്കൊപ്പം നിന്നുകൊണ്ട് പാകിസ്ഥാനെ ഒരു ഭീകര രാഷ്ട്രമായി പ്രഖ്യാപിക്കണം എന്ന നിലപാട് കൊണ്ടുവന്നപ്പോഴൊക്കെ വീറ്റോ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചൈന ഈ നിലപാടുകളെ നിർവീര്യമാക്കുന്ന ഒരു കാഴ്ച നാം മുൻപൊക്കെ കണ്ടിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ചൈനയുടെ ഇപ്പോഴത്തെ തീരുമാനം എന്താണ് ചൈന സ്വീകരിച്ചിരിക്കുന്ന നിലപാട്? നയതന്ത്ര മേഖലയിൽ ഇന്ത്യ വലിയ നീക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ചൂണ്ടിക്കാണിച്ചതുപോലെ ചൈനയിലാണ് ചൈന, റഷ്യ, ഇന്ത്യ വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 10-16 വർഷമായി ഈ വിദേശകാര്യമന്ത്രിമാർ കൃത്യമായി കാണാറുണ്ട്. ഇത് 16ാമത് കൂടിക്കാഴ്ചയാണ് ചൈനയിൽ. പ്രത്യേകിച്ച് പുൽവാമ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിലായതുകൊണ്ട് ഇന്ത്യ ഈ സ്ഫോടന വിഷയം ഒരു വലിയ കാര്യമായി തന്നെ ഈ യോഗത്തിൽ അവതരിപ്പിച്ചു. രാവിലെ സുഷമ സ്വരാജ് അത് പ്രത്യേകം എടുത്തു പറയുകയും ചെയ്തു. അക്രമത്തിലേക്ക് പോകാൻ ഇന്ത്യയും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇന്ത്യയുടെ മണ്ണിൽ ഈ തീവ്രവാദികൾ, പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള തീവ്രവാദികൾ അക്രമങ്ങൾ നടത്തുമ്പോൾ അത് രണ്ട് കൈയും കെട്ടി നോക്കി നിൽക്കാനാകില്ല എന്നാണ് സുഷമ സ്വരാജ് ഇന്ന് അറിയിച്ചത്. ചൈനീസ് വിദേശകാര്യമന്ത്രിയും റഷ്യൻ വിദേശകാര്യമന്ത്രിയും ഈ യോഗത്തിലുണ്ടായിരുന്നു. ഇരുവരും സുഷമ സ്വരാജുമായി പ്രത്യേകം കൂടിക്കാഴ്ചകൾ നടത്തുകയും ചെയ്തു. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് സിയും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജിങ് ലാവോയും ഈ പുൽവാമ സ്ഫോടനം സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ സുഷമ സ്വരാജ് ഇന്ന് ചോദിച്ചറിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് പാകിസ്ഥാന് ചൈന നൽകുന്ന ഇത്തരം സഹായങ്ങൾ നിർത്തണം എന്ന് തന്നെയാണ് ഇന്ത്യയുടെ ആവശ്യം. അത് സംബന്ധിച്ച് ചർച്ചകളും നടത്തുകയും ചെയ്യും. അതോടൊപ്പം ഈ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ അന്താരാഷ്ട്ര മേഖലയിൽ ഐക്യരാഷ്ട്രസഭയുടെ വേദിയിൽ ഈ ജെയ്ഷെ മുഹമ്മദിന്റെ തലവനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണം എന്നൊരു ആവശ്യം ഇന്ത്യ കൂടുതൽ ശക്തമാക്കുകയാണ്. അതിൽ ഫ്രാൻസ് ഇതുമായി ബന്ധപ്പെട്ട പ്രമേയം കൊണ്ടുവരും എന്ന വാർത്തകൾ വരുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഫ്രാൻസ് ഇതിനു മുമ്പും കഴിഞ്ഞ ആഴ്ചയും ഈ ഐക്യരാഷ്ട്രസഭയുടെ വേദിയിലാണ് ജെയ്ഷെ മുഹമ്മദിനെതിരെയുള്ള പ്രമേയം കൊണ്ടുവന്ന് പാസാക്കിയെടുത്തത്. അപ്പോൾ അതുകൊണ്ട് അത്തരമൊരു സഹായം ഫ്രാൻസിൽ നിന്ന് ഇന്ത്യ പ്രാവശ്യവും പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ചൈന അത് എതിർക്കരുത്. ഇപ്പോൾ സുഷമ സ്വരാജ് ചൈനയിൽ എത്തുമ്പോൾ അത്തരം നയതന്ത്ര നീക്കങ്ങളായിരിക്കും ഇന്ത്യ നടത്തുക. കാരണം അന്താരാഷ്ട്ര തലത്തിൽ ഈ പുൽവാമ സ്ഫോടനം ഉയർത്തിക്കൊണ്ട് വലിയൊരു പിന്തുണ നേടിയെടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ പിന്തുണ ഇനി ഈ ജെയ്ഷെ മുഹമ്മദിന്റെ തലവനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കുന്നതിലേക്ക് കൊണ്ടുപോവുക, അതാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. വ്യക്തമാണ് സന്തോഷ്. അതിർത്തിയിൽ വൻ സംഘർഷം നിലനിൽക്കുകയാണ്. ഇന്ത്യൻ വ്യോമാതിർത്തി കടന്ന് പാകിസ്ഥാൻ വിമാനം ഇന്ത്യ വെടിവെച്ചിട്ടു. 3 പാകിസ്ഥാൻ വിമാനങ്ങൾ അതിർത്തി ഭേദിച്ച് ഇന്ത്യൻ മേഖലകളിൽ ബോംബിട്ടെന്ന് പാകിസ്ഥാൻ സൈന്യവും വിദേശകാര്യ വകുപ്പും അവകാശപ്പെടുന്നു. ഒപ്പം തന്നെ 2 ഇന്ത്യൻ വ്യോമസേന വിമാനങ്ങൾ വെടിവെച്ചിട്ടു. ഒരു പൈലറ്റിനെ കസ്റ്റഡിയിലെടുത്തുവെന്നും പാകിസ്ഥാൻ അവകാശപ്പെടുന്നു. എന്നാൽ പാകിസ്ഥാന്റെ എല്ലാ അവകാശവാദങ്ങളും ഇന്ത്യ തള്ളുകയാണ്. ഒപ്പം തന്നെ വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം വിളിച്ചു ചേർത്തു. വിവരങ്ങളാണ് സന്തോഷ് സെർലിംഗ് ദില്ലിയിൽ നിന്നും നൽകിയത്. പാകിസ്ഥാന് മുന്നറിയിപ്പുമായി അമേരിക്ക. സ്വന്തം മണ്ണിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ ഇല്ലായ്മ ചെയ്യണം. ഇന്ത്യക്കെതിരെ സൈനിക നീക്കം നടത്തരുത്. ഇന്ത്യ നടത്തിയത് തീവ്രവാദത്തിനെതിരായ പോരാട്ടമെന്നും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. സൈനിക നടപടിയില്ല ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയതെന്ന് സുഷമ സ്വരാജ് ചൈന, റഷ്യ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പറഞ്ഞു. അതേസമയം ജമ്മുകശ്മീരിലെ അതിർത്തി മേഖലകളിൽ പാകിസ്ഥാൻ വെടിയുതിർത്തു. ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ വ്യോമാക്രമണത്തെ പൂർണ്ണമായും ന്യായീകരിച്ചുകൊണ്ടാണ് അമേരിക്ക രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്ത്യ നടത്തിയത് തീവ്രവാദത്തിനെതിരായ പോരാട്ടം. ഇതിനെതിരെ പാകിസ്ഥാൻ സൈനിക നീക്കം നടത്തരുത്. സ്വന്തം മണ്ണിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ ഇല്ലാതാക്കണമെന്നും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ചൈന, റഷ്യ, ഇന്ത്യ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്ന വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ഇന്ത്യ സൈനിക നടപടി നടത്തിയിട്ടില്ലെന്ന് വ്യക്തമാക്കി. മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതേസമയം ഇന്നലെ രാത്രി പാകിസ്ഥാൻ സൈന്യം അതിർത്തി മേഖലകളിൽ തുടർച്ചയായി വെടിവെപ്പ് നടത്തി. ഷോപ്പിയാൻ മേഖലയിൽ ഗ്രാമീണരെ മറയാക്കി മിസൈലുകളും ഗ്രനേഡുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. 5 ഇന്ത്യൻ സൈനികർക്ക് പരിക്കുപറ്റി. ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിൽ 10ഓളം പാക് സൈനിക പോസ്റ്റുകൾ തകർക്കപ്പെട്ടു. നിരവധി പാക് സൈനികർക്കും പരിക്കുപറ്റി. ന്യൂസ് ബ്യൂറോ, ദില്ലി.
വ്യോമാക്രമണ പ്രഖ്യാപനം പാകിസ്ഥാൻ നടത്തിയിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ വ്യോമസേനയ്ക്ക് മുന്നിൽ വളരെ ശുഷ്കമാണ് പാക് പട. പാകിസ്ഥാന്റെ കൈവശമുള്ള ഫൈറ്റർ ജെറ്റുകളുടെ ഇരട്ടി എണ്ണം ഇന്ത്യയ്ക്കുണ്ട്. ആകാശ പോരാട്ടത്തിൽ എന്നും കരുത്ത് തെളിയിച്ചിട്ടുള്ള മിഗ് ശ്രേണിയിലെ 3 തലമുറകളാണ് ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത്. മിറാഷ് വിമാനങ്ങളെ കൂടാതെ സുഖോയ് ഫൈറ്റർ ജെറ്റുകളെയും ഇന്ത്യ ഇന്നലെ ആക്രമണത്തിനായി പല സ്ഥലത്തും വിന്യസിച്ചിരുന്നു. കാർഗിലിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. ഇന്ത്യക്ക് വ്യോമാക്രമണത്തിലൂടെ മറുപടി പറയുമെന്നാണ് പാകിസ്ഥാൻ വാദം. പക്ഷേ ആകാശ പോരാട്ടത്തിലും പ്രതിരോധത്തിലും ഇന്ത്യക്ക് മുമ്പിൽ ഏറ്റവും ശുഷ്കമാണ് പാക് വ്യോമപ്പടയെന്ന് അന്താരാഷ്ട്ര പഠന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. 2018 ഗ്ലോബൽ ഫയർ പവറിന്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യൻ വ്യോമസേനയുടെ പക്കലുള്ളത് 2185 ജെറ്റുകൾ. എന്നാൽ പാകിസ്ഥാന്റെ പക്കലാകട്ടെ 1281 എണ്ണം മാത്രം. ഇന്ത്യയുടെ പക്കലുള്ള ഫൈറ്റർ വിമാനങ്ങൾ 590, പാക്കിലാകട്ടെ 320. അറ്റാക്ക് എയർക്രാഫ്റ്റ് വിഭാഗത്തിൽ 410 വിമാനങ്ങൾ മാത്രമേ പാകിസ്ഥാൻ വ്യോമസേനയ്ക്ക് സ്വന്തമായുള്ളൂ. അതിന്റെ ഇരട്ടി എണ്ണമായി 804 എണ്ണം ഇന്ത്യക്ക് കരുത്തായുണ്ട്. ഹെലികോപ്റ്ററുടെ എണ്ണത്തിലുമുണ്ട് വലിയ അന്തരം. 720 ഹെലികോപ്റ്ററുകൾ വ്യോമസേനയ്ക്കായി പല ഭാഗത്തും സജീവമായുള്ളപ്പോൾ 329 എണ്ണമാണ് മറുഭാഗത്ത്. മിഗ് 21, മിഗ് 27, മിഗ് 29, മിറാഷ്, സുഖോയ്, Su-30, സ്പെക്ടാർ ജഗ്വാർ എന്നിവയെ കൂടാതെ ഇന്ത്യ തദ്ദേശമായി വികസിപ്പിച്ചെടുത്ത തേജസ് വിമാനങ്ങളും ഇന്ത്യക്ക് മുതൽക്കൂട്ടാണ്. എന്നാൽ ജെറ്റ് വിമാനങ്ങളിൽ ആദ്യത്തെ ജനറേഷനിൽ മാത്രം ഉൾപ്പെടുന്ന F-60 ഫാൽക്കൺ, JF തണ്ടർ, മിറാഷ് 3, മിറാഷ് 5 എന്നീ വിഭാഗങ്ങളിലെ വിമാനം മാത്രമാണ് പാകിസ്ഥാന്റെ പക്കലുള്ളത്. കഴിഞ്ഞ ദിവസം രാത്രി ഇന്ത്യ മിറാഷ് വിമാനങ്ങൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണ സമയത്ത് ജാഗ്രതയോടെ അതിർത്തിയിൽ സുഖോയ് വിമാനങ്ങൾ വിന്യസിച്ചിരുന്നു. ആകാശത്ത് റഡാർ സംവിധാനത്തോടെ പറന്ന് ഫാൽക്കൺ വിമാനവും അടിയന്തര സാഹചര്യത്തിൽ ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാവുന്ന IL-78 വിമാനവും പിന്തുണയ്ക്കായി ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. പാകിസ്ഥാൻ ഭീകരകേന്ദ്രങ്ങൾക്കെതിരായ വ്യോമാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ഇന്ന് യോഗം ചേരും. പൊതു മിനിമം പരിപാടി തയ്യാറാക്കാനായിരുന്നു യോഗം വിളിച്ചു ചേർത്തതെങ്കിലും മാറിയ സാഹചര്യത്തിൽ അജണ്ട മാറ്റുകയായിരുന്നു. ഇടതു പാർട്ടികളും യോഗത്തിൽ പങ്കെടുക്കും. ഭീകരകേന്ദ്രങ്ങൾക്കെതിരായ ആക്രമണം രാഷ്ട്രീയ മുതലെടുപ്പിന് കേന്ദ്രം ഉപയോഗിച്ചാൽ അതിനെ എങ്ങനെ നേരിടുമെന്ന് യോഗത്തിൽ ചർച്ചയുണ്ടാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള പൊതുമിനിമം പരിപാടി തയ്യാറാക്കാനായിരുന്നു പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം വിളിച്ചു ചേർത്തിരുന്നതെങ്കിലും പാക് ഭീകരകേന്ദ്രങ്ങൾക്കെതിരായ വ്യോമാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് വിഷയം മുൻനിർത്തി യോഗം ചേരാനുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. ഭീകരകേന്ദ്രങ്ങൾക്കെതിരായ ആക്രമണം BJP രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കുന്നതിന്റെ സൂചനകൾ ഇന്നലെയും ഇന്നും പുറത്തുവന്നിരുന്നു. ഈ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് നേട്ടത്തിനായി വിഷയം കേന്ദ്ര സർക്കാർ ഉപയോഗിച്ചാൽ അതിനെ എങ്ങനെ നേരിടുമെന്ന് യോഗം ചർച്ച ചെയ്യും. വിഷയത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ പൊതുനിലപാട് രൂപീകരിച്ചേക്കും. കോൺഗ്രസ്, തൃണമൂൽ, TDP, NCP, നാഷണൽ കോൺഫറൻസ്, ആം ആദ്മി പാർട്ടി തുടങ്ങിയ പാർട്ടികളും യോഗത്തിൽ പങ്കെടുക്കും. തെരഞ്ഞെടുപ്പിന് മുൻപ് പൊതുമിനിമം പരിപാടി തയ്യാറാക്കുന്നതിൽ വിയോജിപ്പ് ചൂണ്ടിക്കാട്ടി യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഇടതു പാർട്ടികൾ തീരുമാനിച്ചിരുന്നു. എന്നാൽ യോഗത്തിന്റെ അജണ്ട മാറിയതോടെ CPIM ഉൾപ്പെടെയുള്ള ഇടതു പാർട്ടികളും യോഗത്തിൽ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. തിരികെ വാർത്തകളിലേക്ക്. സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച നടനുള്ള പുരസ്കാരം നടൻ ജയസൂര്യയും സൌബിൻ ഷാഹിറും പങ്കിട്ടു. മികച്ച നടിക്കുള്ള പുരസ്കാരം നിമിഷ സജേന്, മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടിയത് ശ്യാമപ്രസാദ്. ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത ഒരു ഞായറാഴ്ച മികച്ച ചലച്ചിത്രത്തിനുള്ള പുരസ്കാരവും സ്വന്തമാക്കി. ഞാൻ മേരിക്കുട്ടി, ക്യാപ്റ്റൻ, സുഡാനി ഫ്രം നൈജീരിയ എന്നീ സിനിമകളിലെ മികവുറ്റ പ്രകടനം തീർത്ത കടുത്ത മത്സരത്തിനൊടുവിലാണ് നടന്മാരുടെ അവാർഡ് പങ്കിട്ട് നൽകാൻ ജൂറി തീരുമാനിച്ചത്. മികച്ച നടന്മാർ 2 പേരുണ്ട്. അതിൽ ഒന്ന് ജയസൂര്യ കഴിഞ്ഞാൽ മറ്റൊന്ന് സൗബിൻ ഷാഹിർ. മികച്ച നടി നിമിഷ സജയൻ. മികച്ച ചിത്രം ഷെരീഫ് സിയുടെ കാന്തൻ ദ ലവർ ഓഫ് കളർ. ഒരു ഞായറാഴ്ചയാണ് മികച്ച രണ്ടാമത്തെ ചിത്രം. ഇതേ ചിത്രത്തിലൂടെ ശ്യാമപ്രസാദ് മികച്ച സംവിധായകനായി. ചോല, ജോസഫ് എന്നീ ചിത്രങ്ങളിലൂടെ ജോജു ജോർജ് മികച്ച സ്വഭാവ നടനായി. സുഡാനി ഫ്രം നൈജീരിയയിലൂടെ സാവിത്രി ശ്രീധരനും സരസ ബാലുശ്ശേരിയും മികച്ച സ്വഭാവ നടിമാരായി. മികച്ച ബാലതാരങ്ങൾ മാസ്റ്റർ ഋഥുനും അബനി ആദിയും. കഥാകൃത്ത് ജോയ് മാത്യു, ചിത്രം അങ്കിൾ. കാർബണിലൂടെ KU മോഹനൻ മികച്ച ക്യാമറാമാനായി. തിരക്കഥാകൃത്ത് സക്കറിയ മുഹ്സീൻ പരാരി, ചിത്രം സുഡാനി ഫ്രം നൈജീരിയ. തീവണ്ടി, ജോസഫ് എന്നീ ചിത്രങ്ങളിലൂടെ BK ഹരിനാരായണൻ മികച്ച ഗാനരചയിതാവായി. കാർബണിലെ ഗാനങ്ങളിലൂടെ വിശാൽ ഭരദ്വാജ് മികച്ച സംഗീത സംവിധായകനും. പശ്ചാത്തല സംഗീതം ബിജിപാൽ, ചിത്രം ആമി. ജോസഫിലെ പൂമുത്തോളെ എന്ന ഗാനത്തിലൂടെ വിജയ് യേശുദാസ് മികച്ച ഗായകനായപ്പോൾ ആമയിലെ നീർമാതള പൂവിനുള്ളിൽ എന്ന ഗാനത്തിലൂടെ ശ്രേയാ ഘോഷൽ മികച്ച ഗായികയുമായി.
ജനപ്രിയ ചിത്രം സുഡാനി ഫ്രം നൈജീരിയ. ചിത്രത്തിലൂടെ സക്കറിയ നവാഗത സംവിധായകനുമായി തെരഞ്ഞെടുക്കപ്പെട്ടു. 6 പ്രത്യേക പരാമർശങ്ങളടക്കം 34 അവാർഡുകളാണ് ഇത്തവണ പ്രഖ്യാപിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അവാർഡ് ലഭിച്ചതിൽ വളരെയധികം സന്തോഷമെന്ന് മികച്ച നടനുള്ള പുരസ്കാരം പങ്കിട്ടെടുത്ത ജയസൂര്യ പ്രതികരിച്ചു. ജയസൂര്യയുടെ പ്രതികരണത്തിലേക്ക്. അപ്പോൾ ഈ സിനിമ കൊണ്ട് VP സത്യൻ എന്ന് പറയുന്ന വ്യക്തിയെ ഈ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ മേരിക്കുട്ടി എന്ന് പറയുന്ന ചിത്രം എനിക്ക് തോന്നുന്നു ഇപ്പോൾ അതിലൊരു വലിയ സന്തോഷം ഞാൻ നിർമ്മിച്ചൊരു ചിത്രം കൂടിയാണ് ഞാൻ രഞ്ജിത്തും കൂടി. ഈ സിനിമ VP സത്യൻ്റെ കുടുംബത്തിനും അതുപോലെ തന്നെ കുറേ മേരിക്കുട്ടിമാർക്കും അത് എന്തൊരു വലിയൊരു ഭാഗ്യമാണ്. ഞാനിപ്പോഴും വിചാരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഞാനിതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പ്രസൻസ് എന്നിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ടൊരു ടൂളായി ഞാൻ വർദ്ധിച്ചെന്ന് മാത്രമേ. മികച്ച സ്വഭാവ നടനായി തെരഞ്ഞെടുക്കപ്പെട്ടതിൽ വലിയ സന്തോഷമുണ്ടെന്നും മലയാളത്തിലെ മികച്ച നടന്മാർക്കൊപ്പം തന്റെ പേരും പരിഗണിക്കപ്പെട്ടത് തന്നെ വലിയ അംഗീകാരമാണെന്നും ജോജു ജോർജ് പീപ്പിൾ ടിവിയോട് പ്രതികരിച്ചു. 49ാമത് കേരള ചലച്ചിത്ര അക്കാദമി അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റവും മികച്ച സ്വഭാവ നടനായി തെരഞ്ഞെടുക്കുന്നത് മലയാളം ഏറ്റവും പ്രിയപ്പെട്ടതായ ജോജു ജോർജ് അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ്. ഈ ഘട്ടത്തിൽ എങ്ങനെയാണ്? ഒരുപാട് സന്തോഷം. അവാർഡ് കിട്ടുന്നതിന് മുമ്പേ ഞാൻ ഭയങ്കര സന്തോഷമാണ്. കാരണം മലയാളത്തിലെ മുൻനിര നടന്മാരുടെ ഒപ്പം എൻ്റെ പേരും ഉണ്ട് എന്ന് പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാഗ്യം. 2 സിനിമകൾ ജോസഫും ചോലയാണ്. രണ്ടും ഒരേപോലെ ശ്രദ്ധിക്കപ്പെട്ട സിനിമകളാണ്. അതേപോലെ തന്നെ മികച്ച നായികയിലും മറ്റും സംവിധാനത്തിൽ സംഗീതത്തിലും ഒക്കെ അവാർഡ് വന്ന സിനിമകളാണ്. അപ്പോൾ ഈ 2 സിനിമകളുടെ ഭാഗമാകാൻ കഴിഞ്ഞത് എങ്ങനെയാണ് ചേട്ടൻ? ഭയങ്കര ഭാഗ്യമല്ല. അതായത് ഞാൻ ഈ അവാർഡ് പപ്പേട്ടനും സനൽകുമാർ ശശിധരനും ഡെഡിക്കേറ്റ് ചെയ്യാണ്. കാരണം അവർ രണ്ടുപേരുമാണ് ആ 2 സിനിമയും ഉണ്ടാക്കിയെടുത്തത്. അവരില്ലെങ്കിൽ ആ സിനിമയില്ല. അപ്പോൾ അവരോട് ഒരുപാട് നന്ദി. ഈ സിനിമ പ്രോത്സാഹിപ്പിച്ച നമ്മുടെ നാട്ടുകാരോടും എല്ലാവരോടും ഒരുപാട് സന്തോഷം. ഈ പ്രേക്ഷക അംഗീകാരം വലിയൊരു സാധനമാണ്. അപ്പോൾ ഈ അവാർഡ് വരുന്നതിന് മുന്നേ തന്നെ ചേട്ടൻ്റെ പേര് ഭയങ്കരമായിട്ട് ഈ പ്രേക്ഷകരുടെ തന്നെ വളരെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അംഗീകാരം ചേട്ടൻ ഇപ്പോൾ ഈ അവസരത്തിൽ? പിന്നെ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല, അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ അവാർഡ് എനിക്ക് കിട്ടിയതിൽ. അതുപോലെ തന്നെ ഓൾറെഡി എനിക്ക് കിട്ടിക്കഴിഞ്ഞു അവാർഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഞാൻ ചെയ്യുന്ന സിനിമകളും ഇപ്പോൾ ചെയ്യുന്ന സിനിമകളും എല്ലാം തന്നെ ജോസഫിന് ശേഷം ഉണ്ടായിട്ടുള്ളൊരു മാറ്റമാണ്. അത് ചെറിയ കാര്യമല്ല. ഓക്കെ, നന്ദിയാണ്. താങ്ക് യു. ഓക്കെ. മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടിയ ശ്യാമപ്രസാദും പീപ്പിൾ ടിവിയോട് പ്രതികരിച്ചു. പ്രതികരണത്തിലേക്ക്. തീർച്ചയായും സന്തോഷമുള്ള കാര്യമാണ്. ഇത് വളരെ ഒരു ചെറിയൊരു സിനിമയാണ്. ചുരുങ്ങിയ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് പുതിയ അഭിനേതാക്കൾ, താരതമ്യേന പുതിയ സാങ്കേതിക പ്രവർത്തകർ എന്നെല്ലാവരും ചേർന്നിട്ടുള്ളൊരു സിനിമയായതുകൊണ്ട് ഇതിനിങ്ങനെ റെക്കഗ്നിഷൻ കിട്ടിയെന്നുള്ളത് വലിയ സന്തോഷം തോന്നുന്നു. ഒരു സംവിധായകൻ എന്നുള്ള രീതിയിലുള്ള എനിക്ക് കിട്ടിയ അവാർഡ് വാസ്തുവിൽ അതിൽ പങ്കെടുത്ത എല്ലാവർക്കും, എൻ്റെ പ്രൊഡ്യൂസർ ശ്രീ ശരത്ത്, ഡോക്ടർ സതീഷ് കുമാർ, അതുപോലെ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. 5ാമത്തെ അവാർഡാണ് കിട്ടുന്നത് നല്ല സംവിധായകനുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ. അപ്പോൾ അതൊരു ഇത്രയും വർഷങ്ങളായിട്ടും ആ ഒരു റെസ്പോൺസിബിലിറ്റി, ആ ഒരു പ്രതീക്ഷ, ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചു എന്നറിയുന്നതിൽ എനിക്ക് ആത്മാർത്ഥമായിട്ടുള്ള സന്തോഷം തോന്നുന്നുണ്ട്. തിരികെ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് പോലീസ് ഘടനയിൽ അഴിച്ചുപടി. ക്രമസമാധാന ചുമതലയ്ക്ക് സംസ്ഥാനത്ത് ഒരു ADGP, റേഞ്ചിന്റെ ചുമതല DIGക്കും സോണിന്റെ ചുമതല IG-ക്കുമാകും. മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. കർഷകരുടെ വായ്പകളിൽ മേൽജപ്തി നടപടി ഒഴിവാക്കുന്നതിനായി മുഖ്യമന്ത്രി ബാങ്കുകളുടെ യോഗം വിളിക്കാനും തീരുമാനിച്ചു. സംസ്ഥാനത്ത് പോലീസിന്റെ ചുമതലയിൽ തന്നെ ആകെ മാറ്റം വരുത്തിയാണ് പുതിയ ഘടന മന്ത്രിസഭ തീരുമാനിച്ചത്. ക്രമസമാധാന ചുമതലയ്ക്ക് സംസ്ഥാനത്ത് ഒരു ADGPയാകും ഉണ്ടാവുക. നിലവിൽ സൌത്ത് സോൺ, നോർത്ത് സോൺ ADGPമാരാണ് ഉണ്ടായിരുന്നത്. റേഞ്ചുകളുടെ ചുമതല DIGമാർക്ക് നൽകും. നിലവിൽ IG-മാരായിരുന്നു ഇതിന്റെ ചുമതല വഹിച്ചിരുന്നത്. സോണിന്റെ ചുമതല IG-മാർക്കാണ് നൽകിയിരിക്കുന്നത്. നിലവിൽ ADGPമാർക്കായിരുന്നു സോണുകളുടെ ചുമതല. കർഷകർക്ക് ആശ്വാസമാകുന്ന തീരുമാനവും മന്ത്രിസഭായോഗം കൈക്കൊണ്ടു. ഇടുക്കി പോലുള്ള സ്ഥലങ്ങളിൽ ജപ്തി നോട്ടീസ് അയക്കുന്നതിൽ നിന്നും ബാങ്കുകൾ പിന്മാറണമെന്നും മന്ത്രിസഭ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് കർഷകരുടെ ആത്മഹത്യയുണ്ടാകുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് തീരുമാനമെന്ന് കൃഷിമന്ത്രി VS സുനിൽകുമാർ പറഞ്ഞു. ബാങ്കുകൾ ഈ മാർച്ച് മാസത്തിന് മുമ്പായിട്ട് കർഷകരുടെ മേൽ സമ്മർദ്ദം ഉണ്ടാക്കുന്ന രീതിയിൽ ഇങ്ങനെ ജപ്തി നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ നിന്നും ബാങ്കുകൾ പിന്മാറണം എന്നുള്ളതാണ് സർക്കാരിന് ആവശ്യപ്പെടാനുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടിയന്തരമായി ബാങ്കുകളുടെ ഒരു യോഗം വിളിച്ചുകൂട്ടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കൂടാതെ 2019-20 കർഷകർ എടുക്കുന്ന വായ്പയ്ക്ക് പലിശ ഈടാക്കില്ല. ഇതിന്റെ പലിശ പൂർണ്ണമായും സർക്കാർ വഹിക്കാനാണ് തീരുമാനം. ഒപ്പം നെല്ലിന്റെ താങ്ങുവില 1 രൂപ കൂട്ടാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു.
ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കർഷകർക്ക് സർക്കാർ പ്രഖ്യാപിച്ച മൊറട്ടോറിയം നടപ്പാക്കാത്ത ബാങ്കുകൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ LDFന് എതിരാക്കാൻ ചിലർ ബോധപൂർവ്വം ശ്രമിക്കുന്നുവെന്നും ചർച്ച ആക്ടിനെക്കുറിച്ചുള്ള വിവാദം ഇതിന്റെ ഭാഗമാണെന്നും കോടിയേരി വ്യക്തമാക്കി. കേരള സംരക്ഷണ യാത്രയ്ക്ക് എറണാകുളം ജില്ലയിൽ ലഭിച്ച സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. ഞങ്ങൾ ക്രൈസ്തവർക്ക് എതിരല്ല. ഇത് കാണിക്കാനാണ് അൽഫോൺസ് കണ്ണന്താനത്തെ കേന്ദ്രത്തിൽ ഒരു സഹമന്ത്രിയാക്കി. അദ്ദേഹം മന്ത്രിയായിട്ടും എന്തുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പോപ്പ് തിരുമേനിക്ക് ഇന്ത്യയിൽ പ്രവേശനം കൊടുക്കാൻ അദ്ദേഹം ഇടപെടാതിരുന്നത്? RSS അത് സമ്മതിക്കില്ല. RSS മതന്യൂനപക്ഷങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്ന ഒരു ഫാസിസ്റ്റ് സംഘടനയാണ്. അതിന്റെ നയം മാത്രമേ BJP ഗവൺമെന്റ് നടപ്പാക്കാൻ കഴിയുള്ളൂ. പ്രളയത്തിന് ശേഷം കുട്ടനാട് കാർഷിക മേഖലയും ശക്തി പ്രാപിക്കുന്നു. നെൽകൃഷി രംഗത്ത് മുൻപെങ്ങും ഇല്ലാത്ത വിധത്തിലുള്ള നേട്ടമാണ് സർക്കാർ കൈവരിച്ചിരിക്കുന്നത്. കുട്ടനാട്ടുകാരെ സംബന്ധിച്ച് വെള്ളപ്പൊക്കം അവരെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു വിഷയമല്ല. എന്നാൽ കഴിഞ്ഞ ഓഗസ്റ്റ് 15 കുട്ടനാട്ടിലെ ജനങ്ങൾക്കിന്നും മറക്കാൻ കഴിയാത്തൊരു ഓർമ്മയാണ്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഇങ്ങനെ 3 തവണയാണ് ഇത്തവണ കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കമുണ്ടായത്. ഇതിൽ ഓഗസ്റ്റ് 18 കുട്ടനാട്ടിലെ 2.25 ലക്ഷത്തോളം വരുന്ന മുഴുവൻ ജനങ്ങളെയും സർക്കാർ സുരക്ഷിതമായി ക്യാമ്പുകളിൽ എത്തിച്ചു. പിന്നീട് സെപ്റ്റംബർ ആദ്യവാരത്തോടെയാണ് ഇവർ ക്യാമ്പുകളിൽ നിന്നും കുട്ടനാട്ടിലേക്ക് മടങ്ങിയത്. പകർച്ചവ്യാധി തടയുന്നതിൽ സർക്കാർ ഡോക്ടർമാരുടെ പങ്കും എടുത്തു പറയേണ്ടതുണ്ട്. പിന്നീട് പതിയെ കുട്ടനാട് പൂർവ്വസ്ഥിതിയിലേക്ക് നീങ്ങുകയായിരുന്നു. ഇപ്പോൾ വെറും 150 ദിവസം കൊണ്ട് കുട്ടനാട് പാടശേഖരങ്ങളെല്ലാം പഴയതിനേക്കാൾ മെച്ചപ്പെട്ട നിലയിലെത്തി. കഴിഞ്ഞ തവണ 23,500 ഹെക്ടറിലായിരുന്നു കൃഷി നടന്നതെങ്കിൽ പ്രളയത്തിന് ശേഷം ഇപ്പോൾ അധികമായി 7,000 ഹെക്ടർ കൂടി കൃഷി ഇറക്കി. അങ്ങനെ 30,500 ഹെക്ടർ കൃഷിയിടത്ത് വിളവെടുപ്പും തുടങ്ങിക്കഴിഞ്ഞു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് 100 കോടി രൂപയുടെ അധിക വിളവാണ് ഇത്തവണ കുട്ടനാട്ടിലുള്ളത്. പ്രളയത്തിന് ശേഷം കാർഷിക മേഖലയ്ക്ക് മാത്രം 14.5 കോടി രൂപയുടെ നഷ്ടപരിഹാരവും സർക്കാർ നൽകി കഴിഞ്ഞു. 10,500 ഹെക്ടർ പാടശേഖരങ്ങളിലെ കൃഷിയാണ് പ്രളയത്തിൽ പൂർണ്ണമായും തകർന്നത്. ജനങ്ങളെ ഒപ്പം നിർത്തി ഇച്ഛാശക്തിയോടെയുള്ള സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ മാത്രമാണ് വെറും 150 ദിവസം കൊണ്ട് കേരളത്തിന്റെ നെല്ലറയെ പൂർവ്വസ്ഥിതിയിലെത്തിക്കാൻ സാധിച്ചത്. കഴിഞ്ഞ 150 ദിവസം മുൻപുള്ള കുട്ടനാടിന്റെ അവസ്ഥ ഇതായിരുന്നില്ല. കുട്ടനാട് പൂർണ്ണമായും വെള്ളത്തിനടിയിലായിരുന്നു. അതിൽ നിന്നെല്ലാം കുട്ടനാടിനെ കൈപിടിച്ചുയർത്തിയത് ഒറ്റക്കെട്ടായുള്ള സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ തന്നെയായിരുന്നു. ക്യാമറാമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം ഷാജഹാൻ.